ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ആണ്. ഒരു അക്കൗണ്ടിങ് ഇയർ അവസാനിക്കുമ്പോൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാളും മുമ്പ് പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് പാസ് ചെയ്യേണ്ടതായിട്ട് വരും. ഉദാഹരണത്തിന് ഡിപ്രീസിയേഷൻ, ക്ലോസിംഗ് സ്റ്റോക്ക്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഒക്കെ തുടങ്ങി പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് പാസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, നമ്മൾ ഈ വീഡിയോയിൽ അങ്ങനത്തെ ചില അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കാം. The following is the trial balance and other information of less traders for the year ended 31st March 2020. Prepare adjustment entries for the year ended 31st March 2020. കുറെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ, ലാൻഡ്, ഇൻവെന്ററി, ക്യാഷ് ഇൻ ഹാൻഡ്, മെഷീനറി, പർച്ചേസസ്, ഫ്രൈറ്റ് ഇൻവേർഡ്, സാലറി, ഡിസ്കൗണ്ട് അലൗഡ്, ഇൻവെസ്റ്റ്മെന്റ്, ഇൻഷുറൻസ്, ലോണ്, സെയിൽസ്, റെന്റ് റിസീവ്ഡ് ഓൺ ലാൻഡ്, ട്രേഡ് റിസീവബിൾസ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ഷോപ്പ് റെന്റ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, ട്രേഡ് പേയബിൾ, അതർ എക്സ്പെൻസ്. ഓക്കെ, ഇങ്ങനെ പലതരത്തിലുള്ള അക്കൗണ്ട്സുകളുടെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നിന്നാണ് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് പാസ് ചെയ്യേണ്ടത്. അഡീഷണൽ ഇൻഫർമേഷൻ, ഒരു ഇൻഫർമേഷൻ എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക് ഓൺ 31st March 2020 വാസ് ₹3,000. Machinery was acquired on 1/6/2019 to be depreciated 12% per annum on WD basis. Wages for installation of the machinery on the same date, 640 was debited in freight account. Investment was made in 10% government securities, that is on 1/1/2020. Insurance include ₹3,000 towards proprietor's life insurance policy. Insurance for the business for the year was taken on 1/1/2020. Prepaid insurance to be adjusted. Loan of ₹50,000 was taken on 1/5/2019 at the rate of 10% interest per annum. 10% provision to be maintained on trade receivables. Salary for the month of March is outstanding. Shop was taken on rent from 1/12/2019 at ₹3,000 per month. The land was given to Mr. Shegar on rent at ₹1,000 per month from 1/5/2019. Machinery was purchased for ₹2,000 on 1/3/2020 was wrongly treated as purchases. Goods worth ₹1,000 was taken by the proprietor on 1/1/2020. No entry was passed for the same. Goods worth ₹1,200 lost in fire. No entry was passed. Insurance company admitted a claim of ₹1,000. Trade receivables includes 100 receivable from Swati traders and trade payable includes ₹500 payable to Swati traders. Other expense includes Mr. Geo's income tax ₹5,000. ഓക്കെ, ഇത്രയാണ് ഡീറ്റെയിൽസ് ഉള്ളത്. ഓക്കെ, നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് പാസ് ചെയ്യണം. ആദ്യം ചെയ്യേണ്ടത് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ അഡ്ജസ്റ്റ്മെന്റ് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് അവർ വാല്യൂ ചെയ്തിട്ടുണ്ട്. ₹3,000 ആണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് രണ്ട് രീതിയിലുള്ള അക്കൗണ്ടിങ് ഉണ്ട്. ഒന്ന് പെർപച്വൽ ഇൻവെന്ററി സിസ്റ്റം അല്ലെങ്കിൽ പീരിയോഡിക് ഇൻവെന്ററി സിസ്റ്റം. ഈ പീരിയോഡിക് ഇൻവെന്ററി സിസ്റ്റം പ്രകാരമാണ് നമ്മൾ വർഷം അവസാനിക്കുമ്പോൾ ഷോപ്പെല്ലാം ക്ലോസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇൻവെന്ററി ഫിസിക്കലി കൗണ്ട് ചെയ്തിട്ട് എത്ര ഇൻവെന്ററി ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അതിന്റെ വാല്യൂ നമ്മൾ നോക്കിയിട്ട് കോസ്റ്റ് ഓർ നെറ്റ് റിലീസബിൾ വാല്യൂ വിച്ച് എവർ ഈസ് ലെസ് ആയിട്ട് എത്ര രൂപയാണ് നോക്കിയിട്ട് ആ രൂപയാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇത് പീരിയോഡിക് ഇൻവെന്ററി സിസ്റ്റം അക്കൗണ്ടിങ് ആണ്. വർഷം അവസാനിക്കുമ്പോൾ എത്രയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് നോക്കി ₹3,000 ആണ് ഒരു വാല്യൂ ചെയ്ത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് നമ്മൾ ഒരു അക്കൗണ്ടിങ് എൻട്രി പാസ് ചെയ്യണം. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ അക്കൗണ്ടിങ് എൻട്രി എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്കിന്റെ എൻട്രി എന്താണ്? നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ അല്ലെങ്കിൽ ഇൻവെന്ററി അക്കൗണ്ട് ഡെറ്റർ. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു അസെറ്റ് ആണ്. അസെറ്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്ത് ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ. രണ്ട് രീതിയിൽ നമുക്ക് അക്കൗണ്ട് ചെയ്യാം. ഒന്നുകിൽ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാം. ഓക്കെ, ഒന്നുകിൽ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാം അല്ലെങ്കിൽ പർച്ചേസ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാം. എമൗണ്ട് എത്ര രൂപയാണ്? ₹3,000 ആണ്. ഓക്കെ,
3,000 rupees. നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ടു ട്രേഡിംഗ് എന്നാണ് എൻട്രി ഇട്ടെങ്കിൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്ലോസിംഗ് സ്റ്റോക്കിനെ ക്രെഡിറ്റ് ചെയ്യണം. നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എമൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ടു പർച്ചേസ് എന്നാണ് നമ്മൾ എൻട്രി ഇട്ടുന്നുണ്ടെങ്കിൽ പർച്ചേസ് അക്കൗണ്ടിലാണ് നമ്മളത് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ട്രേഡിംഗ് അക്കൗണ്ടിൽ അപ്പോൾ അതിന്റെ ക്രെഡിറ്റ് വരില്ല. പർച്ചേസ് അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് പർച്ചേസിൽ അഡ്ജസ്റ്റ് ആയി. എഫക്റ്റ് സെയിം ആണ്. നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ടു ട്രേഡിംഗ് എഴുതി ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്താലും ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ടു പർച്ചേസ് എഴുതിയിട്ട് പർച്ചേസിൽ അഡ്ജസ്റ്റ് ചെയ്താലും എഫക്റ്റ് സെയിം ആണ്. ഓക്കെ, ഇതിൽ ഏത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രി ഇടാം. എന്നിട്ട് ഈ ക്ലോസിംഗ് സ്റ്റോക്ക് ഡെബിറ്റിൽ കാണുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് ആയിട്ട് കാണിക്കണം. ഓക്കെ, അപ്പോൾ എൻട്രി എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ടു ട്രേഡിംഗ് അക്കൗണ്ട് 3,000 rupees. അടുത്തത് എന്താണ്? മെഷീനറി വാസ് അക്വയർഡ് ഓൺ 1/6/2019 to be depreciated at the rate of 12% per annum on WDV basis. നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന മെഷീനറി അത് 1/6/2019 വാങ്ങിയതാണ്. ഓക്കെ, ജൂണിലാണത് വാങ്ങിയത്, ജൂൺ 1-നാണ്. അപ്പോൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 10 മാസത്തേക്കുള്ള ഡിപ്രീസിയേഷൻ അതിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം 12% പെർ ആനം. അപ്പോൾ 10 മാസത്തേക്ക് 10% ഡിപ്രീസിയേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. വേജസ് ഫോർ ഇൻസ്റ്റലേഷൻ ഓഫ് ദ മെഷീനറി ഓൺ ദ സെയിം ഡേറ്റ് ₹640 വാസ് ഡെബിറ്റഡ് in freight account. Wages for installation of machinery ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വേജസ് വന്നു കഴിഞ്ഞാൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അത് മെഷീനറി അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. ബിക്കോസ് ആ വേജസ് ഇൻഗേർഡ് ഫോർ ഇൻസ്റ്റലേഷൻ ഓഫ് ദ മെഷീനറി ആണ്. അതുകൊണ്ട് അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്, മെഷീനറി അക്കൗണ്ടിൽ വേണം ഡെബിറ്റ് ചെയ്യാൻ. പക്ഷെ അവർ റോങ്ലി അത് ഫ്രൈറ്റ് അക്കൗണ്ടിലാണ് അത് ഡെബിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു പ്രിൻസിപ്പൽ എററാണ്. ആ പ്രിൻസിപ്പൽ എറർ നമ്മൾ റെക്ടിഫിക്കേഷൻ ചെയ്യണം, ഒരു റെക്ടിഫിക്കേഷൻ എൻട്രി പാസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഡെബിറ്റ് ചെയ്യേണ്ടത് ഏതിനെയാണ്? മെഷീനറി അക്കൗണ്ടിനെയാണ്. അപ്പോൾ മെഷീനറി അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക. മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു എവിടെ നിന്നാണ് അത് മാറ്റേണ്ടത്? നമ്മൾ അത് ഫ്രൈറ്റിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ആ ഫ്രൈറ്റിൽ നിന്ന് അത് മാറ്റണം. മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ഫ്രൈറ്റ് ഇൻവേർഡ്. എമൗണ്ട് എത്രയാണ്? 640 rupees. ഓക്കെ, 640 rupees. ഇനി നമുക്ക് അതിൽ ചെയ്യേണ്ടത് ഡിപ്രീസിയേഷൻ ആണ്. മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ നമുക്ക് എൻട്രി പാസ് ചെയ്യണം. ഇപ്പോൾ മെഷീനറിയുടെ എമൗണ്ട് നേരത്തെ ഇവിടെ കാണുന്ന ഈ ഇതിൽ കാണുന്ന മെഷീനറി 7,360 ഇപ്പോൾ വന്ന 640 കൂടെ ഇപ്പൊ മെഷീനറി ഇപ്പൊ എത്രയായി മാറി? 8,000 rupeesന്റെ മെഷീനറി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 8,000 rupeesനുള്ള ഒരു ഡിപ്രീസിയേഷൻ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി അക്കൗണ്ട് ഡെറ്റർ. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ എത്രയാണ്? 8,000-ന് 10%, 12% പെർ ആനാണ്. 12% പെർ ആൻ ആകുമ്പോൾ 10 മാസത്തേക്ക് 10%. ഓക്കെ, അപ്പോൾ 8,000-ന്റെ 10% എന്ന് പറയുമ്പോൾ 800 rupees ആണ് നമുക്ക് ഇപ്പോഴത്തെ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറി. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറി. ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ എൻട്രി ഇടാം. പ്രൊവിഷൻ മെത്തേഡ് ആണ് അവർ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് എൻട്രി ഇട്ടാൽ മതി. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഇതിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും ഫോളോ ചെയ്യാം. ഓക്കെ, ഒന്നുകിൽ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറി എന്ന് എഴുതാം, അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്യാം. ഇനി ഇൻവെസ്റ്റ്മെന്റ് വാസ് മെയ്ഡ് ഇൻ 10% ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഓൺ 1/1/2020. ഇൻവെസ്റ്റ്മെന്റ് 1/1/2020 ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടേണ്ടത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസത്തെ ഇൻട്രസ്റ്റ് ആണ് കിട്ടേണ്ടത്. ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു വെച്ചിരിക്കുന്നത് എത്ര രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്? ഇൻവെസ്റ്റ്മെന്റ് 1 lakh rupeesന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. 1 lakhന് എത്രയാണ്? 10% ആണ്. 10% ആണ് 1 lakh into 10% എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം. 1 lakh into 10% എന്ന് പറയുമ്പോൾ 10,000. 1 lakh into 10% into എത്ര മാസത്തേക്കാണ്? 3/12. അപ്പോൾ നമുക്ക് മൊത്തം കിട്ടേണ്ടത് 2,500 rupees ആണ് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടേണ്ടത്. ഇൻവെസ്റ്റ്മെന്റിന് ഇൻട്രസ്റ്റ് കിട്ടേണ്ടത് 3 മാസത്തേക്ക് 2,500 rupees ആണ് ഇൻട്രസ്റ്റ് കിട്ടേണ്ടത്. പക്ഷെ എത്ര ഇൻട്രസ്റ്റ് കിട്ടി എന്നുള്ളത് നമുക്ക് നോക്കണം. എത്ര ഇൻട്രസ്റ്റ് കിട്ടി? ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് എത്ര? 100 rupees കിട്ടിയിട്ടുള്ളൂ. 100 rupees കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇനി
ഈ 2500 ആകെ കിട്ടിയിരിക്കുന്ന 100 rupees ആണ്. അപ്പോൾ ഇനി എത്ര കിട്ടണം? 2400 rupees നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് എൻട്രി പാസ് ചെയ്യും? ഓക്കെ, ഇൻവെസ്റ്റ്മെന്റിൽ ഇൻട്രസ്റ്റ് അക്രൂഡ് ആണ്. അക്രൂഡ് ഇൻട്രസ്റ്റ്, accrued interest, interest receivable, accrued interest account debtor to interest on investment. അക്രൂഡ് ഇൻട്രസ്റ്റ്, നമുക്കൊരു അസറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, കിട്ടാനുള്ളതായിട്ടുള്ള ഒരു 2400 രൂപ കിട്ടാനുണ്ട്, അതിനൊരു അസറ്റ് ക്രിയേറ്റ് ചെയ്തു, നമ്മൾ അതിൻ്റെ ഇൻകവും ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, നമ്മൾ ഫോളോ ചെയ്യുന്നത് അക്രൂവൽ കോൺസെപ്റ്റ് ആണ്. ഇൻകം ഷുഡ് ബി റെക്കോർഡഡ് ആസ് ആൻഡ് വെൻ ദേ ആർ ഏൺഡ്, നോട്ട് വെൻ ദേ ആർ റിസീവ്ഡ്. നമുക്ക് ആ ഇൻകം കിട്ടേണ്ട സമയമായിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് അത് അക്രൂ ആയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് ഇപ്പോൾ റെക്കോർഡ് ചെയ്തു. അക്രൂഡ് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ, അക്രൂഡ് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഇതെന്താണ്? ഇതൊരു അസറ്റ് ആണ്. അക്രൂഡ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിൽ അസറ്റ് ആയിട്ട് കാണിക്കണം. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിലവിലുള്ള ഇൻട്രസ്റ്റിന്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 2400 പ്ലസ് 100 2500 ആയി. ബാലൻസ് ഷീറ്റിൽ 2400 അസറ്റ് ആയിട്ട് കാണിക്കണം. ഓക്കെ, അടുത്ത അഡ്ജസ്റ്റ്മെന്റ്. ലോൺ ഓഫ് ₹50,000 വാസ് ടേക്കൺ ഓൺ 1/5/2019 അറ്റ് ദ റേറ്റ് ഓഫ് 10% പെർ ആനം. ഈ ലോൺ 50,000 രൂപ എടുത്തത് 1/5/2019 അതായത് മെയ് 1 അപ്പോൾ 11 മാസമായി ഈ ലോൺ എടുത്തിട്ട്. ഓക്കെ, 11 മാസത്തെ ഇൻട്രസ്റ്റ് എത്ര വരും എന്നുള്ളത് നോക്കണം. 11 മാസത്തെ ഇൻട്രസ്റ്റ് 50,000 ഇൻറ്റു ലോൺ ഇൻട്രസ്റ്റ് 10% ഇൻറ്റു 11/12 4,583 rupees ആണ് നമുക്ക് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത് 4,583 rupees ആണ്. നമ്മൾ എത്ര രൂപ ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്? ആകെ 200 രൂപ മാത്രമാണ് ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനിയും ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കാനുണ്ട്. 4,383 rupees നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കാൻ, റൗണ്ട് ചെയ്തിട്ട് 4,383 rupees നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കാനുണ്ട്. ആ എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അപ്പോൾ അതിന് നമ്മൾ ഒരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യണം, എക്സ്പെൻസും ക്രിയേറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ലോൺ അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്പെൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, പക്ഷെ അത് കൊടുത്തിട്ടില്ല. എന്നിട്ട് നമ്മളത് ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ, നമ്മൾ ഈ എമൗണ്ട് കൊടുത്തിട്ടില്ല. ഓക്കെ, കൊടുക്കാത്തത് കൊണ്ട് അതൊരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്തു. 4,383 rupees ഒരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്തു. മൊത്തം ഇൻട്രസ്റ്റ് 4,583 ആണ്. അതിൽ 200 രൂപ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കൊടുക്കാനുള്ളത് 4,383 ആണ്. അപ്പോൾ ഇത് ഈ ക്രെഡിറ്റിൽ കാണുന്ന എമൗണ്ട് ഇതെന്താണ്? ഒരു ലയബിലിറ്റി ആണ്. ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി ആയിട്ട് കാണിക്കണം. ഈ ഇൻട്രസ്റ്റ് ഓൺ ലോൺ നമ്മൾ 200ന്റെ കൂടെ 4,383 കൂടി ആഡ് ചെയ്തിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 4,583 കാണിക്കണം. ബാലൻസ് ഷീറ്റിൽ എത്ര കാണും? 4,383. ഓക്കെ, അടുത്തത് ഇൻഷുറൻസ് ഇൻക്ലൂഡ്സ് ₹3,000 ടുവേർഡ്സ് പ്രൊപ്രൈറ്റേഴ്സ് ലൈഫ് ഇൻഷുറൻസ് പോളിസി. ഇൻഷുറൻസിനകത്ത് 3,000 രൂപ പ്രൊപ്രൈറ്ററുടെ ലൈഫ് ഇൻഷുറൻസ് പോളിസിയാണ്. ഓക്കെ, ലൈഫ് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുമ്പോൾ പ്രൊപ്രൈറ്ററുടെ ആയതുകൊണ്ട് അത് ഡ്രോയിങ്സ് ആണ്. അപ്പോൾ ഡ്രോയിങ്സ് ആയിട്ട് മാറ്റണം. ഇൻഷുറൻസിൽ ഡെബിറ്റ് ചെയ്തത് മാറ്റിയിട്ട് അത് ഡ്രോയിങ്സ് അക്കൗണ്ടിൽ കാണിക്കണം. ഓക്കെ, അപ്പോൾ ഡ്രോയിങ്സിനെ ഡെബിറ്റ് ചെയ്യണം. പ്രൊപ്രൈറ്ററുടെ ഡ്രോയിങ്സ് ആണ്, അദ്ദേഹത്തിന്റെ ഇൻഷുറൻസ് എടുത്താണ്. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു, അത് എന്തിലായിട്ട് വെച്ചിരിക്കുന്നത്? ഇൻഷുറൻസിലാണ്. ബിസിനസിന്റെ ഇൻഷുറൻസ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻഷുറൻസ് അത് മാറ്റണം. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ 3,000 ടു ഇൻഷുറൻസ് 3,000. ഓക്കെ, ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻഷുറൻസ് 3,000. ഇപ്പോൾ ഇൻഷുറൻസ് എത്രയായി മാറി? നേരത്തെ ഇൻഷുറൻസ് ഇവിടെ ഉള്ളത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് കാണുന്നത് 15,000 ആണ്. 15,000ൽ നിന്ന് ഇപ്പോൾ 3,000 പോയി. അപ്പോൾ 15 - 3 എത്രയാണ്? 12,000 ആണ് ഇപ്പോൾ ഇൻഷുറൻസ്
കാണുന്നത്. ഓക്കെ, ആ ഇൻഷുറൻസിന്റെ കാര്യം വീണ്ടും പറയുന്നുണ്ട്. ഇൻഷുറൻസ് ഫോർ ദ ബിസിനസ് ഫോർ ദ ഇയർ വാസ് ടേക്കൺ ഓൺ 1/2/2020. 1/2/2020 ആ ഇൻഷുറൻസ് എടുത്തത്. അപ്പോൾ ഈ വർഷത്തെ ഇൻഷുറൻസ് എന്ന് പറയുന്നത് അതിൽ ഫെബ്രുവരി മാർച്ച് 2 മാസത്തെ ഇൻഷുറൻസ് പ്രീമിയം മാത്രമാണ് ഈ വർഷത്തത് വരുന്നുള്ളൂ. ഓക്കെ, ബാക്കി 10 മാസത്തെ ഇൻഷുറൻസ് പ്രീമിയം അത് നമ്മൾ പ്രീപെയ്ഡ് ആണ്. അപ്പോൾ അതൊരു അസറ്റ് ആണ്, അസറ്റ് ആയിട്ട് നമ്മൾ കാണിക്കണം. പ്രീപെയ്ഡ് ഇൻഷുറൻസ് അക്കൗണ്ട് ഡെറ്റർ, പ്രീപെയ്ഡ് ഇൻഷുറൻസ് അക്കൗണ്ട് ഡെറ്റർ. അത് എവിടെ നിന്ന് കുറയണം? ടു ഇൻഷുറൻസ്. പ്രീപെയ്ഡ് ഇൻഷുറൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻഷുറൻസിൽ നിന്ന് അത് കുറയണം. ഓക്കെ, മൊത്തം ഇൻഷുറൻസ് 15,000 ആയിരുന്നു. 15,000-ൽ നിന്ന് ഈ 3,000 ലൈഫ് ഇൻഷുറൻസ് പോയി കഴിഞ്ഞാൽ ബാക്കി 12,000 ആണ് മൊത്തം ഒരു വർഷത്തെ ഇൻഷുറൻസ്. പക്ഷെ അത് എന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഫെബ്രുവരി മുതലാണ്, ഫെബ്രുവരി 1 മുതലാണ്. അപ്പം 12 മാസത്തേക്കുള്ളത് നമ്മൾ ഇപ്പൊ തന്നെ പേ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ ഈ വർഷത്തത് അത് 2 മാസത്തത് മാത്രമാണ് ഈ വർഷത്തുള്ളൂ. ബാക്കി 10 മാസത്തത് ഉള്ളത് അടുത്ത വർഷത്തേക്കുള്ള അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് 10 മാസത്തത് നമ്മൾ എന്തായിട്ട് കാണിക്കണം? പ്രീപെയ്ഡ് ഇൻഷുറൻസ് ആയിട്ട് കാണിക്കണം. ഫെബ്രുവരി മാർച്ചും മാസമാണ് ഈ ഫിനാൻഷ്യൽ ഇയറിൽ വരുന്നത്. ബാക്കിയുള്ളതെല്ലാം അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ളതാണ്. അപ്പോൾ 10 മാസത്തത് നമ്മൾ അതിൽ നിന്ന് മാറ്റി പ്രീപെയ്ഡ് ഇൻഷുറൻസ് ആയിട്ട് കാണിക്കണം. ഓക്കെ, 10,000 റുപ്പീസ് പ്രീപെയ്ഡ് ഇൻഷുറൻസ് ആയിട്ട് കാണിക്കണം. അപ്പോൾ ഇപ്പോൾ ഇൻഷുറൻസ് എത്രയായി മാറി? ഇൻഷുറൻസ് മൊത്തം 15 ആയിരുന്നു. 15-ൽ നിന്ന് 3 പോയി 12 ആയി. 12-ൽ നിന്ന് വീണ്ടും 10 പോയി. 15 ആയിരുന്നു, 15-ൽ നിന്ന് 3 പോയി 12 ആയി. 12-ൽ നിന്ന് വീണ്ടും 10 പോയി. ഇപ്പോൾ എത്രയായി മാറി? 2,000 മാത്രമാണ് ഈ ഫിനാൻഷ്യൽ ഇയറിൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുള്ളൂ. ഈ പ്രീപെയ്ഡ് ഇൻഷുറൻസ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ 10,000 അസറ്റ് ആയിട്ട് കാണിക്കും. ഡ്രോയിങ്സ് നമ്മൾ ക്യാപിറ്റലിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് കാണിക്കും. ഓക്കെ, 10% പ്രൊവിഷൻ ടു ബി മെയിൻറ്റെയിൻ ഓൺ ട്രേഡ് റിസീവബിൾ. ട്രേഡ് റിസീവബിൾസിന് 10% പ്രൊവിഷൻ ഇടണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് നോക്കാം. ട്രേഡ് റിസീവബിൾസ് ഒരു അഡ്ജസ്റ്റ്മെന്റും കൂടി താഴെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് പാസ് ചെയ്യാം. സാലറി ഫോർ ദ മന്ത് മാർച്ച് ₹2,000 ഈസ് ഔട്ട്സ്റ്റാൻഡിങ്. ഓക്കെ, മാർച്ച് മാസത്തെ സാലറി 2,000 രൂപ കൊടുത്തിട്ടില്ല. അപ്പൊ അത് സാലറിയിൽ അത് ആഡ് ചെയ്യേണ്ടതാണ്. സാലറിയിൽ ആഡ് ചെയ്യണമെങ്കിൽ സാലറി അക്കൗണ്ടിന് വീണ്ടും നമ്മൾ ഡെബിറ്റ് ചെയ്യണം. സാലറി അക്കൗണ്ട് ഡെറ്റർ, സാലറി അക്കൗണ്ട് ഡെറ്റർ ടു സാലറി ഔട്ട്സ്റ്റാൻഡിങ്. നമ്മളൊരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യാണ്. നമ്മൾ ഒരു മാസത്തെ സാലറി കൊടുത്തിട്ടില്ല, സാലറി ഔട്ട്സ്റ്റാൻഡിങ് 2,000 റുപ്പീസ് നമ്മൾ സാലറി കൊടുത്തിട്ടില്ല, അതിനൊരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഈ സാലറി നമ്മൾ 2,000 സാലറിയുടെ കൂടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 2,000 കൂടെ ആഡ് ചെയ്യണം. എന്നിട്ട് ബാലൻസ് ഷീറ്റിൽ ഇത് ലയബിലിറ്റി ആയിട്ട് കാണിക്കണം. ഔട്ട്സ്റ്റാൻഡിങ് സാലറി ക്രെഡിറ്റ് ആണ്. ക്രെഡിറ്റിൽ വരുന്ന എല്ലാം എന്താണ്? ലയബിലിറ്റീസ് ആണ്. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റീസ് ആയിട്ട് കാണിക്കണം. 2,000 റുപ്പീസ്. The shop was taken on rent from 1/12/2019 at ₹3,000 per month. ഷോപ്പ് വാടകയ്ക്ക് എടുത്തത് 1/2/2019 ഡിസംബർ 1-നാണ്. ഡിസംബർ 1-ന് എടുത്തു കഴിഞ്ഞാൽ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 4 മാസത്തെ റെന്റാണ് നമ്മൾ പേ ചെയ്യേണ്ടത്. ഓക്കെ, 4 മാസത്തെ റെന്റ് എന്ന് പറയുമ്പോൾ ഒരു മാസത്തേക്ക് 3,000 ആണെങ്കിൽ 3,000 into 4 എത്രയാണ്? 12,000 ആണ് നമ്മുടെ ഒരു വർഷത്തെ റെന്റ് വരിക. പക്ഷേ നമ്മൾ റെന്റ് എത്ര പേ ചെയ്തിട്ടുണ്ടെന്ന് നോക്കണം. ഷോപ്പ് റെന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പേ ചെയ്തിരിക്കുന്നത് 14,000 ആണ് നമ്മൾ പേ ചെയ്ത് വെച്ചിരിക്കുന്നത്. 14,000 നമ്മൾ പേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് അതിൽ അപ്പോൾ 12,000 പേ ചെയ്താൽ മതി. പക്ഷെ 14,000 നമ്മൾ പേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മൾ 2,000 രൂപ അഡ്വാൻസ് ആയിട്ട് റെന്റ് പേ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പ്രീപെയ്ഡ് റെന്റ് 2,000 രൂപ പ്രീപെയ്ഡ് റെന്റ് ആണ്. പ്രീപെയ്ഡ് റെന്റ് അക്കൗണ്ട് ഡെറ്റർ. അത് എവിടെ നിന്ന് മൈനസ് ആയി വേണ്ടി വരും? അത് റെന്റിൽ നിന്ന് മൈനസ് ആവണം. അപ്പോൾ റെന്റ് അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും ടു ഷോപ്പ് റെന്റ് 2,000 റുപ്പീസ്. ഓക്കെ, ഇനി നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണിക്കുമ്പോൾ ഷോപ്പ് റെന്റ് എന്ന് പറഞ്ഞിട്ട് 14,000 എന്ന് എഴുതിയിട്ട് അതിൽ നിന്ന് 2,000 റെന്റ് അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തിരിക്കുന്ന പ്രീപെയ്ഡ് റെന്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 14-ൽ നിന്ന് 2,000 പോയി കഴിഞ്ഞാൽ 12,000 ആണ് നമ്മുടെ ഈ വർഷത്തെ റെന്റ്. ഈ പ്രീപെയ്ഡ് റെന്റ് ഇത് ഡെബിറ്റ് ബാലൻസ്, ഇത് ബാലൻസ് ഷീറ്റിൽ അസറ്റ് ആയിട്ട് കാണിക്കണം. ഓക്കെ, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ റെന്റിൽ നിന്ന് ഡിഡക്ട് ചെയ്യണം 2,000, ബാലൻസ് ഷീറ്റിൽ അസറ്റ് ആയിട്ട് പ്രീപെയ്ഡ് റെന്റ് കാണിക്കണം 2,000 റുപ്പീസ്. ഇനി the loan
the land was given to Mr. Shagar on rent at ₹1,000 per month from 1/5/2019. മെയ് 1-നാണ് നമ്മുടെ ലാൻഡ് ഷേഗറിന് റെന്റിന് കൊടുത്തത്. ഓക്കെ, മെയ്യിൽ 1-ന് കൊടുത്തു കഴിഞ്ഞാൽ 11 മാസമായി നമ്മളത് കൊടുത്തിട്ട്. ഓക്കെ, 1,000 × 11 എന്ന് പറയുമ്പോൾ 11,000 ആണ് നമ്മുടെ ഒരു വർഷം നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള റെന്റ്. ആ ലാൻഡുമിൽ നിന്ന് കിട്ടേണ്ടതായിട്ടുള്ള റെന്റ് 11,000 ആണ്. പക്ഷെ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 13,000 റുപ്പീസ് നമുക്ക് റെന്റ് കിട്ടിയിട്ടുണ്ട്. 13,000 റുപ്പീസ് റെന്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അതിനൊരു അഡ്ജസ്റ്റ്മെന്റ് എൻട്രി പാസ് ചെയ്യണം. നമുക്കൊരു വർഷം കിട്ടേണ്ട റെന്റ് 11,000 റുപ്പീസ് ആണ്. പക്ഷെ 13,000 റുപ്പീസ് റെന്റ് കിട്ടിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം 2,000 റുപ്പീസ് റെന്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. 2,000 റുപ്പീസ് റെന്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. അപ്പോൾ റെന്റിൽ നിന്ന് നമുക്ക് ഒരു 2,000 റുപ്പീസ് കുറയണം. ഓക്കെ, റെന്റ് റിസീവ്ഡ് ഓൺ ലാൻഡുമിൽ നമുക്ക് കിട്ടിയ റെന്റിൽ നിന്ന് ഒരു 2,000 റുപ്പീസ് കുറയണമെങ്കിൽ ആ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. റെന്റ് റിസീവ്ഡ് ഓൺ ലാൻഡ് അക്കൗണ്ട് ഡെറ്റർ ടു എന്താണ് അത്? റെന്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. അത് ലാബിലിറ്റി ആയിട്ട് കാണിക്കണം. റെന്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അത് ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി ആയിട്ട് കാണിക്കണം. 2,000 റുപ്പീസ് റെന്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. ഓക്കെ, 11,000 കിട്ടിയാൽ മതി. പക്ഷെ 13,000 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2,000 അതിൽ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. A machinery was purchased for ₹2,000 on 1/3/2020 was wrongly treated as purchases. മെഷീനറി വാങ്ങിയത് നമ്മൾ പർച്ചേസ് ആയിട്ട് അക്കൗണ്ട് ചെയ്തു. അതൊരു പ്രിൻസിപ്പൽ എറർ ആണ്. അത് പർച്ചേസിൽ നിന്ന് മാറ്റിയിട്ട് അത് നമ്മൾ മെഷീനറി ആയിട്ട് അക്കൗണ്ട് ചെയ്യണം. പർച്ചേസിൽ ചെയ്തത് റോങ് ആണ്. റോങ് ആയത് മാറ്റണം. എന്നിട്ട് അത് മെഷീനറി അക്കൗണ്ടിൽ വേണം ഡെബിറ്റ് ചെയ്യാൻ. മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസസ്. മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസസ്. എത്ര എമൗണ്ട്? 2,000 റുപ്പീസ് ആണ്. 2,000 റുപ്പീസ്. 2,000 റുപ്പീസ്. ഓക്കെ, അപ്പോൾ പർച്ചേസിൽ നിന്ന് അത് ഡെക്റ്റ് ആയിട്ട് പോകും. മെഷീനറിയിൽ അത് ആഡ് ആവും. അപ്പോൾ മെഷീനറിക്ക് നമ്മൾ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഡിപ്രീസിയേഷനും പ്രൊവൈഡ് ചെയ്യാം. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ. ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ഡിപ്രീസിയേഷൻ on machinery account debtor to machinery അല്ലെങ്കിൽ provision for depreciation or provision for depreciation. ഓക്കെ, ഏത് രീതിയിലും എൻട്രി ഇടാം. അപ്പോൾ എത്ര എമൗണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കണം. എത്രയാണ് ഡിപ്രീസിയേഷൻ? 1/3/2020 അടുത്ത് മാർച്ച് 1-നാണ്. അപ്പോൾ ഒരു മാസത്തെ ഡിപ്രീസിയേഷനേ ഉള്ളൂ. ഒരു വർഷത്തേക്ക് 12% ആണ് അതിൻ്റെ ഡിപ്രീസിയേഷൻ പറയുന്നത്. അപ്പോൾ ഒരു മാസത്തേക്ക് 1% ആണ്. ഓക്കെ, അപ്പോൾ 2,000-ന്റെ 1% എന്ന് പറയുമ്പോൾ 20 റുപ്പീസ് ആണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, 2,000 × 12% × 1/12. ഓക്കെ, 20 റുപ്പീസ് ആണ് ഡിപ്രീസിയേഷൻ. ഇനി ഗുഡ്സ് വർത്ത് ₹1,000 വാസ് ടേക്കൺ ബൈ ദി പ്രൊപ്രൈറ്റർ on 1/1/2020. no entry was for the same. ഓക്കെ, ഗുഡ്സ് സ്വന്തം ആവശ്യത്തിന് പ്രൊപ്പറേറ്റർ എടുത്തു കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അത് ഡ്രോയിങ്സ് ആണ്. ഗുഡ്സ് ആണ് കൊണ്ടുപോയത്. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ. ഗുഡ്സ് കൊണ്ടുപോയി കഴിഞ്ഞാൽ പർച്ചേസിൽ നിന്ന് അത് ഡിഡക്റ്റ് ചെയ്യണം. ടു പർച്ചേസ്. എമൗണ്ട് ₹1,000. 1,000. Goods worth ₹1,200 lost in fire. No entry was passed. Insurance company admitted a claim of ₹1,000. ആദ്യം ഗുഡ്സ് നഷ്ടപ്പെട്ടു. ഗുഡ്സ് ലോസ് ബൈ ഫയർ. അപ്പോൾ നമ്മൾ ഗുഡ്സ് ലോസ്റ്റ് ഇൻ ഫയർ. ഗുഡ്സ് നഷ്ടപ്പെട്ടത് 1,200 റുപ്പീസിന്റെ ഗുഡ്സ് ആണ് നഷ്ടപ്പെട്ടത്. ടു പർച്ചേസസ്. നമ്മുടെ ഗുഡ്സ് നഷ്ടപ്പെട്ടതിന് ആദ്യം നമ്മൾ എൻട്രി ഇട്ടു. ഗുഡ്സ് ലോസ്റ്റ് ഇൻ ഫയർ അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ്. എന്നിട്ട് ഇൻഷുറൻസ് കമ്പനിക്കാർ നമുക്ക് 1,000 റുപ്പീസ് ഇതിന് തരാമെന്ന് പറഞ്ഞു. തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഇൻഷുറൻസ് കമ്പനിയുടെ പേര് അവർ അഡ്മിറ്റ് ചെയ്തു ക്ലെയിം. അപ്പോൾ അതുകൊണ്ട് അവരെ നമ്മൾ ഡെബിറ്റ് ചെയ്യുക. ഇൻഷുറൻസ് കമ്പനി അക്കൗണ്ട് ഡെപ്റ്റർ അവർ തരാമെന്ന് പറഞ്ഞത് 1,000 രൂപയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലോസ് എന്ന് പറയുന്നത് P&L അക്കൗണ്ട് ഡെപ്റ്റർ. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണ്? 200 രൂപയാണ്. ഓക്കെ, ടു നമ്മുടെ ഈ ഗുഡ്സ് ലോസ്റ്റ് ഇൻ ഫയർ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്ത് കളയാം.
goods lost in fire account. Amount 1200. Okay. അപ്പോൾ ആദ്യം നമ്മൾ ഗുഡ്സ് നഷ്ടപ്പെട്ടതിന് വേണ്ടിയിട്ട് ഗുഡ്സ് ലോസ്റ്റ് ഇൻ ഫയർ അക്കൗണ്ട് ഡെറ്റർ 1200 ടു പർച്ചേസസ്. എന്നിട്ട് ഇൻഷുറൻസ് കമ്പനിക്കാർ ക്ലെയിം അഡ്മിറ്റ് ചെയ്തപ്പോൾ ഇൻഷുറൻസ് കമ്പനി അക്കൗണ്ട് ഡെറ്റർ 1000, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെറ്റർ 200 ടു ഗുഡ്സ് ലോസ്റ്റ് ഇൻ ഫയർ 1200. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? ട്രേഡ് റിസീവബിൾസ് ഇൻക്ലൂഡ്സ് ₹100 റിസീവബിൾ ഫ്രം സ്വാതി ട്രേഡേഴ്സ് ആൻഡ് ട്രേഡ് പേയബിൾ ഇൻക്ലൂഡ്സ് ₹500 പേയബിൾ ടു സ്വാതി ട്രേഡേഴ്സ്. ഓക്കെ. ഇത് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ ഡീലിങ്സ് നടക്കുന്നുണ്ട്. ഗുഡ്സ് സ്വാതി ട്രേഡേഴ്സിൽ നിന്ന് ഗുഡ്സ് ഇങ്ങോട്ടേക്ക് വാങ്ങാറുണ്ട്, സ്വാതി ട്രേഡേഴ്സിന് ഗുഡ്സ് അങ്ങോട്ടേക്ക് വിൽക്കാറുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡെറ്റേഴ്സിന്റെ ലിസ്റ്റിലും ക്രെഡിറ്റേഴ്സിന്റെ ലിസ്റ്റിലും സ്വാതി ട്രേഡേഴ്സിന്റെ പേരുണ്ട്. സ്വാതി ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഡെറ്റേഴ്സിന്റെ ലിസ്റ്റിൽ 100 രൂപ ഉണ്ട്, ക്രെഡിറ്റേഴ്സിന്റെ ലിസ്റ്റിൽ സ്വാതി ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ₹500 ഉണ്ട്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റിലായിട്ട് കളയേണ്ടി വരും. ഓക്കെ. 100 രൂപ സെറ്റിൽ ചെയ്ത് കളഞ്ഞാൽ മതി. ഓക്കെ. 100 രൂപ എങ്ങനെയാണ് അത് സെറ്റിൽ ചെയ്യാം? അപ്പോൾ ട്രേഡ് പേയബിൾസിൽ നിന്ന് 100 രൂപ പോയാൽ മതി. ട്രേഡ് പേയബിൾസ് അക്കൗണ്ട് ഡെറ്റർ 100 ടു ട്രേഡ് റിസീവബിൾസ്. ഓക്കെ. സ്വാതി ട്രേഡേഴ്സിന്റെ പേര് 2ൽ നിന്നും പോയാൽ മതി. സ്വാതി ട്രേഡേഴ്സ്. ട്രേഡ് പേയബിൾസിന്റെ ലിസ്റ്റിൽ നിന്ന് 100 രൂപ പോണം. സ്വാതി ട്രേഡേഴ്സ് ട്രേഡ് പേയബിൾസിന്റെ ലിസ്റ്റിൽ നിന്നും ട്രേഡ് റിസീവബിൾസിന്റെ ലിസ്റ്റിൽ നിന്നും 100 രൂപ പോണം. ഓക്കെ. അപ്പോൾ നമ്മൾ പ്രൊവിഷൻസ് അതിനനുസരിച്ച് മാറ്റണം. ട്രേഡ് റിസീവബിൾസിന് പ്രൊവിഷൻ ഇടണം, ആ പ്രൊവിഷൻസ് നമ്മൾ ചെയ്യണം. ഓക്കെ. ആ പ്രൊവിഷൻസ് നമുക്ക് ചെയ്യാം. ഇപ്പം പ്രൊവിഷൻ ഫോർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ്. ഓക്കെ. നമ്മുടെ മൊത്തം ട്രേഡ് റിസീവബിൾസ് എന്ന് പറഞ്ഞിട്ട് കാണുന്നത് ട്രേഡ് റിസീവബിൾസ് 1500 രൂപയാണ്. ഓക്കെ. 1500 രൂപയിൽ നിന്ന് ഇപ്പോൾ സ്വാതി ട്രേഡേഴ്സിന്റെ 100 രൂപയും കൂടി പോയി കഴിഞ്ഞാൽ 1500ൽ നിന്ന് 100 രൂപ പോയി കഴിഞ്ഞാൽ 1400 രൂപയായി. ഓക്കെ. ഈ 1400 രൂപക്ക് നമ്മൾ 10% പ്രൊവിഷൻ ഇടണം. ഓക്കെ. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഇൻറ്റു 10. പുതിയൊരു പ്രൊവിഷൻ ഇടുകയാണ്. നേരത്തെ പ്രൊവിഷൻ ഇല്ല, ഇപ്പോൾ നമ്മൾ പ്രൊവിഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ to provision for doubtful debts ₹140. Okay. And then other expense include Mr. Gio's income tax ₹5,000. Personal income tax അത് drawings ആണ്. അത് other expenseൽ include ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് other expenseൽ നിന്ന് മാറ്റിക്കളയണം, drawings-ലേക്ക് വരുത്തണം. Drawings account debtor to other expenses. Drawings account debtor to other expenses amount 5,000. Okay. Other expenses നിന്ന് അത് മൈനസ് ആവും. ₹5,000 അതർ എക്സ്പെൻസിൽ നിന്ന് മൈനസ് ആവും. നേരത്തെ അതർ എക്സ്പെൻസ് ഉണ്ടായിരുന്നത് എത്ര എമൗണ്ട് ആണ്? അതർ എക്സ്പെൻസ് ഉള്ളത് ₹7,000 ആണ്. ₹7,000 നിന്ന് ഇപ്പോൾ 5,000 പോയി കഴിഞ്ഞാൽ അതർ എക്സ്പെൻസ് ₹2,000 ആയി. ഓക്കെ. ഡ്രോയിങ്സ് ഈ 5,000 ഉണ്ട്, നേരത്തെ ഒരു ഡ്രോയിങ്സ് 1,000 ഉണ്ട്. ഓക്കെ.